വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കമ്പനി ബോർഡ് LGSന് പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. അതായത് PSCയുടെ യോഗത്തിലെ കമ്പനി ബോർഡ് LGSന്റെ വിജ്ഞാപനം ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് 30-ാം തീയതിക്കൊക്കെ വരുമെന്നാണ് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് വിജ്ഞാപനത്തിന്റെ ഡീറ്റെയിൽസ് ഇറങ്ങിയതിന് ശേഷം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ധൈര്യമായിട്ടിരുന്നോളോ. എത്രയും പെട്ടെന്ന് ഒന്ന് രണ്ട് പേരോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്നായിരിക്കും ടീച്ചറെ വിജ്ഞാപനം ഉണ്ടാവുക എന്നുള്ളത്. വിജ്ഞാപനം ഉണ്ടായ പിറ്റേ ദിവസം തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അപ്പൊ എത്രയും പെട്ടെന്ന് വളരെ ചൂടോടുകൂടി പഠിക്കുക. നമുക്ക് മനസ്സിലായി ഇത്രയും നല്ലൊരു വിജ്ഞാപനം ഇനി വരാല്ലേ മക്കളെ. കാരണം ഡിഗ്രിക്കാരെയോ PGക്കാരെയോ ചിന്തിക്കുകയാണെങ്കിൽ അവരും, അല്ലെങ്കിൽ 7ാം ക്ലാസ് പാസ്സായവരെ കുറിച്ച് ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ അവർക്കും മിനിമം 7ാം ക്ലാസ് യോഗ്യതയെ വേണ്ടു. PG വരെയുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത് അപേക്ഷിക്കാം എന്നുള്ളത് ഇതിന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. 2500ഓളം ആൾക്കാരെ നിലവിൽ എടുത്തിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഏതായാലും ഇന്ന് കേരള ഫാക്സ് എന്ന് പറയുന്ന ഭാഗത്തിലെ കേരള ദിനപത്രങ്ങളെ കുറിച്ചാണ് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ. നമ്മള് മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലയാളത്തിലെ പത്രപ്രവർത്തനത്തിന്റെ പിതാവാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയണം ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ്. കേട്ടിട്ടുണ്ടോ ഇദ്ദേഹത്തെ? ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. ഇദ്ദേഹത്തെ നമ്മൾ മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. എന്നാൽ മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് വിശേഷിപ്പിക്കുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരെയാണ്. ആരെയാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരെയാണ്. രണ്ട് കാര്യം ക്ലിയർ ആയോ? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ആരാ? മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികനാണ്. എന്നാൽ മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവാരാ? ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ്. ഇനി നമ്മൾ മലയാളത്തിലെ ഓരോ ദിനപത്രങ്ങളെയും കുറിച്ച് പഠിക്കാൻ പോവാണ്. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രത്തിന്റെ പേര് രാജ്യസമാചാരം എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. PSC പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. 1847 ജൂൺ മാസം 1-ാം തീയതി 1847 ജൂൺ മാസം 1-ാം തീയതി തലശ്ശേരിയിലെ, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്ന്, തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്ന് ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചതാണ്. ആരാണ് പ്രസിദ്ധീകരിച്ചത്? ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചതാണ് മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമായ രാജ്യസമാചാരം. ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക്? മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ, മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ഇനി മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം രാജ്യസമാചാരം 1847 ജൂൺ മാസം 1-ാം തീയതി തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്ന് ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരം എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത്. ഇനി മലയാളത്തിലെ അടുത്ത പത്രം, രണ്ടാമത്തെ പത്രത്തിന്റെ പേര് പശ്ചിമോദയം എന്നാണ്. മലയാളത്തിലെ രണ്ടാമത്തെ ദിനപത്രത്തിന്റെ പേരെന്താ? പശ്ചിമോദയം എന്നാണ്. രണ്ടാമത്തെ ദിനപത്രം പശ്ചിമോദയമാണ്. ഇത് 1847 തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. പ്രസിദ്ധീകരിച്ച മാസം ഒക്ടോബർ ആണ്. എന്താണ്? ഒക്ടോബർ ആണ്. ഇനി ഇത് ജൂൺ മാസത്തിലാണ്. ഇത് ആദ്യത്തെ ദിനപത്രമാണ്. ഇത് ഒക്ടോബറിലാണ്. ഇത് രണ്ടാമത്തെ ദിനപത്രമാണ്. ഇനി ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച ഈ ദിനപത്രവും ആരെന്നെയാണ് ആരംഭിച്ചത്? ഇതേ സംഭവം തന്നെ നമ്മൾ പഠിക്കണം. ആരെന്നെയാണ് ആരംഭിച്ചത്? നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് ആരംഭിച്ചത്. രണ്ട് കാര്യം ക്ലിയർ ആയോ? രാജ്യസമാചാരവും പശ്ചിമോദയം. അതായത് ഈ രാജ്യസമാചാരവും പശ്ചിമോദയം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കണം മക്കളെ. അതിന്റെ പേര് BEM എന്നാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? BEM എന്ന് പറഞ്ഞാൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇതൊരു മിഷനറിയാണ്, ക്രിസ്ത്യൻ മിഷനറിയാണ്. മലബാർ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷനറിയാണ്. മലബാർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷനറിയുടെ പേരാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ട്ടോ. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിലെ അംഗമായിരുന്നു ആര്? നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ട്. അപ്പൊ ഈ മിഷണറിയുടെ ഭാഗമായിട്ടാണ്, മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് രാജ്യസമാചാരം ജൂണിലും പശ്ചിമോദയം ഒക്ടോബറിലും ആര് പ്രസിദ്ധീകരിക്കുന്നത്? നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? എന്നിട്ട് നമ്മൾ ഇനി അടുത്തേക്ക് പോകുന്നു. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? രാജ്യസമാചാരം 1847 ജൂൺ മാസത്തില്. മലയാളത്തിലെ രണ്ടാമത്തെ ദിനപത്രം പശ്ചിമോദയം 1847 ഒക്ടോബറില്. ഇനി ഇത് പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്ന്. വ്യക്തിയുടെ പേര് ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ട് മലബാർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ അംഗമായിരുന്നു. ആ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പത്രങ്ങൾ രണ്ടും പ്രസിദ്ധീകരിച്ചത് എന്ന് ഓർത്തുവെക്കുക. ഈ രണ്ട് കാര്യം ക്ലിയർ ആയില്ലേ? അടുത്ത പത്രത്തിന്റെ പേര് നമ്മൾ പഠിക്കാൻ പോവാണ്. അതിന്റെ പേര് ഇതാണ്, ജ്ഞാന നിക്ഷേപം. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പേര്? ജ്ഞാന നിക്ഷേപം എന്നാണ് ആ പത്രത്തിന്റെ പേര്. അപ്പൊ ഇത് മലയാളത്തിലെ മൂന്നാമത്തെ ദിനപത്രമാണ്. 1848 പുറത്തിറങ്ങിയതാണ്. 1848. എവിടെ നിന്ന് പുറത്തിറങ്ങി? കോട്ടയം ജില്ലയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയത്. കോട്ടയം ജില്ലയിൽ ഒരു പ്രസ് ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? പ്രസിന്റെ പേര് CMS പ്രസ് ആണ്. അപ്പൊ കോട്ടയം ജില്ലയിലെ CMS പ്രസിൽ നിന്നും പ്രസിദ്ധീകരിച്ചു. അപ്പൊ ഇത് എവിടെയാണ്? നേരത്തെ കോഴിക്കോട്, അപ്പൊ മലബാർ ഏരിയ. ഇത് ഏതാണ് ഏരിയ? തിരുവിതാംകൂർ ഏരിയ. അപ്പൊ തിരുവിതാംകൂറിൽ നിന്ന് അച്ചടിച്ച ആദ്യ പത്രം, തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ പത്രം എന്ന് നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം? ജ്ഞാന നിക്ഷേപത്തെ വിശേഷിപ്പിക്കാം. ക്ലിയർ ആയോ? ഇനി ഈ മൂന്നാമത്തെ ദിനപത്രമായ ജ്ഞാന നിക്ഷേപത്തിന്റെ ആരാണ് സ്ഥാപകൻ? ബെഞ്ചമിൻ ബെയ്ലി. ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ബെഞ്ചമിൻ ബെയ്ലിയുടെ നേതൃത്വത്തിൽ 1848 മലയാളത്തിലെ മൂന്നാമത്തെ ദിനപത്രമായ ജ്ഞാന നിക്ഷേപം പുറത്തിറങ്ങുന്നു. ഇത് പ്രസിദ്ധീകരിച്ചത് കോട്ടയം ജില്ലയിലെ CMS പ്രസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ പത്രം എന്ന് എന്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നു? എന്തിനെ വിശേഷിപ്പിക്കുന്നു? ജ്ഞാന നിക്ഷേപത്തെ വിശേഷിപ്പിക്കുന്നു. ഇത് ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായി അച്ചുകൂടവും ഉപയോഗിച്ചിട്ടുള്ള അച്ചുകൂടം ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച പത്രമാണ് എന്നുള്ളത് കൊണ്ട്. കാരണം പ്രസിദ്ധീകരിച്ച എവിടെ നിന്നാ? CMSൽ നിന്നല്ലേ പ്രസിദ്ധീകരിച്ചേ. അതുകൊണ്ട് മലയാള അച്ചടിയുടെ പിതാവ് എന്താണ്? മലയാള അച്ചടിയുടെ പിതാവ് എന്നും, അതുപോലെ തന്നെ എന്താണ്? മലയാള അച്ചടിയുടെ പിതാവ് എന്ന് ആരെ വിളിക്കുന്നുണ്ട്? ബെഞ്ചമിൻ ബെയ്ലിയെ വിളിക്കുന്നുണ്ട്. അപ്പൊ അച്ചുകൂടും ഉപയോഗിച്ചിട്ട് അച്ചടിച്ച നമ്മുടെ പത്രമാണ് ഏതെന്നുള്ളത്? ജ്ഞാന നിക്ഷേപം എന്നുള്ളത് കൊണ്ട് മലയാള അച്ചടിയുടെ പിതാവ് എന്ന് നമ്മൾ ആരെ വിളിക്കുന്നു? ബെഞ്ചമിൻ ബെയ്ലിയെ വിളിക്കുന്നു. ക്ലിയർ ആയോ? ഇനി അടുത്തത് എന്താണ്? ചർച്ച് മിഷൻ സൊസൈറ്റി. എന്താണ്? CMS, ചർച്ച് മിഷൻ സൊസൈറ്റി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ നേരത്തെ എന്താ പഠിച്ചേ? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇതെന്താണ്? ചർച്ച് മിഷൻ സൊസൈറ്റി. എന്താ മക്കളെ? ചർച്ച് മിഷൻ സൊസൈറ്റി. ഇതും ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ്. ഇത് കോട്ടയം, അതുപോലെ തന്നെ തിരുവനന്തപുരം മേഖലകളിലൊക്കെയാണ് ഇവരുടെ പ്രവർത്തനം, ഇവരുടെ മിഷണറി പ്രവർത്തനം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ജ്ഞാന നിക്ഷേപം ആര് പുറത്തിറക്കിയത്? ബെഞ്ചമിൻ ബെയ്ലി പുറത്തിറക്കിയത്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, ആദ്യം അടിച്ചിറക്കിയ 2 പത്രത്തിലും വാർത്തകൾ മാത്രമേ ഉണ്ടായിരുന്നു എങ്കിൽ ഇതിൽ വാർത്തകളും അതുപോലെ തന്നെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ പേപ്പറിലൊക്കെ അതുണ്ട്, മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം അച്ചടിച്ച പത്രത്തിൽ വാർത്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതായത് മൂന്നാമത് അച്ചടിച്ചപ്പോ വാർത്തയും വന്നു, അതുപോലെ തന്നെ എന്തും വന്നു? നമ്മുടെ ചിത്രങ്ങളും വന്നു. ഇനി CMS പ്രസിൽ നിന്ന് ആദ്യമായി അച്ചടിച്ച പത്രമാണ് CMS പ്രസിൽ നിന്ന് ആദ്യമായി അച്ചടിച്ച പത്രം ജ്ഞാന നിക്ഷേപമാണ്. ആദ്യമായിട്ട് പ്രസിൽ നിന്ന് അച്ചടിച്ച പത്രം, വ്യത്യാസം കേട്ടാ. CMS പ്രസിൽ നിന്ന് ആദ്യമായിട്ട് അച്ചടിച്ച പത്രവും ആദ്യമായിട്ട്
ഒരു പ്രസ്സിൽ നിന്ന് അച്ചടിച്ച പത്രവും ഏതന്നെയാണ്? രണ്ടും ഏതന്നെയാണ്? നമ്മുടെ ജ്ഞാന നിക്ഷേപം തന്നെയാണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ മലയാളത്തിലെ മൂന്നാമത്തെ ദിനപത്രമായ ജ്ഞാന നിക്ഷേപം 1848 ബെഞ്ചമിൻ ബെയ്ലി സ്ഥാപിക്കുന്നു. കോട്ടയം ജില്ലയിലെ CMS പ്രസിൽ നിന്നാണ് ഇതിന്റെ പ്രസിദ്ധീകരണം. തിരുവിതാംകൂറിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രം എന്നും ജ്ഞാന നിക്ഷേപത്തെ വിശേഷിപ്പിക്കാം. ആദ്യമായിട്ട് അച്ചുകൂടം ഉപയോഗിച്ച പത്രം അല്ലെങ്കിൽ അച്ചുകൂടം ഉപയോഗിച്ച പത്രമാണ് എന്നുള്ളത് കൊണ്ട് മലയാള അച്ചടി ഭാഷയുടെ പിതാവായിട്ടും നമ്മൾ ബെഞ്ചമിൻ ബെയ്ലിയെ വിശേഷിപ്പിക്കുന്നു. ബെഞ്ചമിൻ ബെയ്ലി ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS മിഷണറിയുടെ പ്രചാരകനായിരുന്നു. കോട്ടയം, തിരുവനന്തപുരം ജില്ലയിലാണ് ചർച്ച് മിഷൻ സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ജ്ഞാന നിക്ഷേപം അദ്ദേഹം പുറത്തിറക്കുന്നത്. ഈ ജ്ഞാന നിക്ഷേപത്തില് വാർത്തകളും ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 പേപ്പറിൽ വാർത്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി CMS പ്രസിൽ നിന്ന് അച്ചടിച്ച ആദ്യ പത്രമാണിത്. ആദ്യമായിട്ട് പ്രസിൽ നിന്നും അച്ചടിച്ച പത്രവും ജ്ഞാന നിക്ഷേപമാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ദിനപത്രത്തിന്റെ പേര് നസ്രാണി ദീപിക എന്നാണ്. ഇപ്പൊ നമ്മൾ അതിനെ ദീപിക എന്ന് വിളിക്കുന്നു എങ്കിലും 1887 ഈ ദിനപത്രം ഇറങ്ങിയപ്പോ ഈ ദിനപത്രത്തെ നസ്രാണി ദീപിക എന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ ആദ്യത്തെ പത്രാധിപർ നിതീരിക്കൽ മാണി കത്തനാരാണ്. നിതീരിക്കൽ മാണി കത്തനാർ. അപ്പൊ നിതീരിക്കൽ മാണി കത്തനാറാണ് നസ്രാണി ദീപികയുടെ ആദ്യ പത്രാധിപർ. 1887 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ദിനപത്രമാണ് ഏത്? നസ്രാണി ദീപിക. ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കമേറിയ പത്രമാണ് നസ്രാണി ദീപിക. ഇനി അടുത്തത് മലയാളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച പത്രമാണ് ദീപിക. മലയാളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച പത്രമാണ് ദീപിക. ഇതിന് നസ്രാണി ദീപിക മാറി ദീപിക എന്ന പേര് വന്നത് 1938 മുതലാണ്. ക്ലിയർ ആയോ? ഇത്രയാണ് നമ്മുടെ നസ്രാണി ദീപികയെ കുറിച്ച് പറയാനുള്ളത്. 1887 നിതീരിക്കൽ മാണി കത്തനാർ പത്രാധിപരായി ആരംഭിച്ച പത്രമാണ് നസ്രാണി ദീപിക. ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കമേറിയ പത്രമാണ് നസ്രാണി ദീപിക. മലയാളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച പത്രമാണ് നസ്രാണി ദീപിക. ദീപിക എന്ന പേരിൽ ഇത് മാറ്റപ്പെട്ടത് 1938 മുതലാണ്. അടുത്ത ദിനപത്രത്തിന്റെ പേര്, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വദേശാഭിമാനി പത്രത്തെ കുറിച്ചാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ കുറിച്ച് പഠിച്ചപ്പോ നമ്മൾ സ്വദേശാഭിമാനി പത്രം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കണ്ടേ? 1905 ജാനുവരി 19 ഈ പത്രം നിലവിൽ വരുന്നത്, ആരംഭിച്ച വ്യക്തി വക്കം അബ്ദുൾ ഖാദർ മൗലവി. 1905 ജാനുവരി 19 ആരംഭിച്ച പത്രമാണ് എന്തെന്നാ പറയണത്? സ്വദേശാഭിമാനി. അദ്ദേഹം ഇത് ആരംഭിച്ച സ്ഥലം അഞ്ചുതെങ്ങാണ്. ഇദ്ദേഹം അഞ്ചുതെങ്ങിൽ നിന്നാണ് ആരംഭിച്ചത്. അന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിൽ നിന്ന്. ഇതിന്റെ ആദ്യത്തെ പത്രാധിപർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും CP ഗോവിന്ദപിള്ളയാണ്. CP ഗോവിന്ദപിള്ള പത്രാധിപരായി വക്കം അബ്ദുൾ ഖാദർ മൗലവി ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. 1905 ജാനുവരി 19 അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിക്കുന്നു. ഇനി അടുത്തത് 1906 രാമകൃഷ്ണ പിള്ള പത്രാധിപരാകുന്നു. 1906 നമ്മൾ കേട്ടിട്ടുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അല്ലെ. രാമകൃഷ്ണ പിള്ള പത്രാധിപരാകുന്നു. 1907 ഇത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് പ്രസിദ്ധീകരണം വീണ്ടും ആരംഭിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. 1907
1905 ജാനുവരി 19 വക്കം അബ്ദുൽ ഖാദർ മൗലവി അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിക്കുന്നു. ഇങ്ങനെ ഒരു പത്രം ആരംഭിക്കാന്നുള്ള തീരുമാനത്തിൽ അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ചു. ആദ്യ പത്രാധിപരായിട്ട് CP ഗോവിന്ദപിള്ളയെ തെരഞ്ഞെടുത്തു. രണ്ടാമത് 1906 രാമകൃഷ്ണപിള്ള പത്രാധിപരായിട്ട് ജോയിൻ ചെയ്യുന്നു. 1907 തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇത് പ്രസിദ്ധീകരിക്കുന്നു. ഇനി ഇതിന്റെ പ്രത്യേകത ഭയ കൗടില്യലോപങ്ങൾ. കൗടില്യലോപങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഭയ കൗടില്യലോപങ്ങൾ വളർത്തുകില്ല ഒരു നാടിനെ, വളർത്തുകില്ല ഒരു നാടിനെ എന്ന മുഖവുരയോടെ ആരംഭിച്ച പത്രം. ഭയകൗടില്യലോപങ്ങൾ വളർത്തുകില്ല ഒരു നാടിനെ എന്ന മുഖവുരയോടെ ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി ദിനപത്രം. ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ്, വളരെ ഇമ്പോർട്ടൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റോയിറ്റേഴ്സ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മോഹൻലാലിന്റെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, റോയിറ്റേഴ്സ് കേട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് വാർത്താ ഏജൻസി റോയിറ്റേഴ്സുമായിട്ട് വിദേശ വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഏത്? സ്വദേശാഭിമാനി എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത്, ഭരണകാലത്ത് കുറേയധികം, ആരുടെ കാലത്ത്? ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ നടന്നിരുന്ന ദുർവ്യയങ്ങൾ നാട്ടുകാരെ മനസ്സിലാക്കിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ പൊതുജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കുന്നതിന് 1,00,000 രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് സ്വദേശാഭിമാനി. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് നടന്നിരുന്ന ദുർവ്യയങ്ങൾ പൊതുജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ 1,00,000 രൂപ എന്ന പേരിൽ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രവും സ്വദേശാഭിമാനിയാണ്. ഇനി അങ്ങനെയൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോ ആര് പ്രതികരിക്കും? ഗവൺമെന്റ് പ്രതികരിക്കും. അപ്പൊ 1910 സെപ്റ്റംബർ മാസം 26 അപ്പൊ നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ ഇതിന്റെ പേരിൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് ആര് നാടുകടത്തി? ആരായിരിക്കും നാട് കടത്തിയിട്ടുണ്ടാവുക? തിരുവിതാംകൂർ ഗവൺമെന്റ് ആണ്. അന്നത്തെ എന്താ പറയുന്നത്, ദിവാൻ പി രാജഗോപാലാചാരി ട്ടോ പത്രം കണ്ടുകിട്ടി. പി രാജഗോപാലാചാരിയാണ് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാരി നാട് കടത്തുകയും ആ പത്രം കണ്ടുകെട്ടുകയും ചെയ്തു. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഇതിൽ മനംനൊന്ത് അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ രചിക്കുകയുണ്ടായി. അതിന്റെ പേരാണ് എന്റെ നാടുകടത്തൽ. കൂടുതൽ കാര്യങ്ങൾ ഞാൻ രാമകൃഷ്ണ പിള്ളയെ കുറിച്ചൊന്നും കൂടെ പറയില്ല, കാരണം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പേപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, ന്യൂസ് പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ കേട്ടോ. അപ്പൊ ഭയകൗടില്യ ലോപങ്ങൾ വളർത്തുകില്ല ഒരു നാടിനെ എന്ന മുഖവുരയോടെ ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സുമായി വിദേശ വാർത്തകൾ ലഭിക്കുന്നതിന് ബന്ധം സ്ഥാപിച്ച ആദ്യ ഭാരതീയ പത്രമാണ് സ്വദേശാഭിമാനി. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് നടന്നിരുന്ന ദുർവ്യയങ്ങൾക്കെതിരെ 1,00,000 രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ് സ്വദേശാഭിമാനി. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി, സെപ്റ്റംബർ 26 കേട്ടോ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ മദ്രാസിലെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുകയും ഈ പത്രം നിരോധിക്കുകയും ചെയ്തു. അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാരി പത്രം കണ്ടുകെട്ടി പത്രം നിരോധിച്ചു. രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയാണ് എന്താന്ന് പറഞ്ഞ എന്റെ നാടുകടത്തൽ. 1905 ജാനുവരി 19 വക്കം അബ്ദുൽ ഖാദർ മൗലവി അഞ്ചുതെങ്കിൽ ആരംഭിച്ചു. ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള. രണ്ടാമത് 1906 രാമകൃഷ്ണപിള്ള പത്രാധിപരായി. 1907 തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. ഭയകൗടില്യ ലോപങ്ങൾ വളർത്തുകില്ല ഒരു നാടിനെ എന്ന മുഖവുരയോടെ ആരംഭിച്ച പത്രമാണ്. റോയിറ്റേഴ്സുമായിട്ട് അല്ലെ, ഏത് വാർത്താ ഏജൻസിയാണ് റോയിറ്റേഴ്സ്? ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സുമായി വിദേശ വാർത്തകൾ ലഭിക്കുന്നതിന് ബന്ധം സ്ഥാപിച്ച ആദ്യ ഭാരതീയ പത്രം. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് നിലനിന്നിരുന്ന ദുർവ്യയങ്ങൾക്കെതിരെ 1,00,000 രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രമാണ്. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഇതിന്റെ പേരിൽ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തപ്പെടുകയുണ്ടായി. തിരുനെൽവേലിയിലേക്ക് അദ്ദേഹത്തെ നാടുകടത്തിയത് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായ പി രാജഗോപാലാചാരിയാണ്. പി രാജഗോപാലാചാരി പത്രം കണ്ടുകെട്ടുകയും പത്രം
നിരോധിക്കുകയും ചെയ്തു. ഈ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എന്റെ നാടുകടത്തൽ എന്നതാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അടുത്ത പത്രത്തിന്റെ പേര് മലയാള മനോരമ എന്നാണ്. മലയാള മനോരമ. മലയാള മനോരമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാം. മലയാള മനോരമ എന്ന് പറയുന്ന ഒരു കമ്പനി 1888 മാർച്ച് 14 മലയാള മനോരമ എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്യാണ്. എന്നാൽ മലയാള മനോരമ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് 1890 അത് കോട്ടയത്ത് നിന്നാണ്. അപ്പൊ മലയാള മനോരമ എന്ന് പറയുമ്പോൾ പല ബുക്കുകളിലും 1888 ചിലതിൽ 1890 കാണുന്നുണ്ട്. അപ്പൊ മലയാള മനോരമ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്ത വർഷമാണ് 1888 എന്ന് മനസ്സിലാക്കുക. ഇതൊരു പത്രമായത് 1890 എന്ന് മനസ്സിലാക്കാം. ഇതിന്റെ സ്ഥാപകനാരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കണ്ടത്തിൽ വർഗീസ് മാപ്പിള അദ്ദേഹമാണ് മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപക പത്രാധിപരും സ്ഥാപകരും ഒക്കെ അദ്ദേഹമാണ്. ഇനി ഇതിന്റെ മലയാള മനോരമ പത്രത്തിന്റെ ആപ്തവാക്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മോസ്മത്. എന്താണ്? ധർമ്മോസ്മത് കുലദൈവതം എന്നാണ്. ധർമ്മോസ്മത് കുലദൈവതം എന്നാണ് ഇതിന്റെ ആപ്തവാക്യം. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ എന്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട്. മലയാള മനോരമ എന്ന് പറയുന്ന ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി 1888 മാർച്ച് 14 രജിസ്റ്റർ ചെയ്യുന്നു. മലയാള മനോരമ പത്രം 1890 കോട്ടയം ജില്ലയിൽ നിന്ന് കണ്ടത്തിൽ വർഗീസ് മാപ്പിള ആദ്യത്തെ പത്രാധിപരായിട്ട് ആരംഭിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാപകനും അദ്ദേഹം തന്നെയാണ്. ആപ്തവാക്യം ധർമ്മോസ്മത് കുലദൈവതം എന്നാണ്. മലയാള മനോരമ കഴിഞ്ഞാൽ അടുത്ത് പഠിക്കാനുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള പത്രം മാതൃഭൂമിയാണ്. ഏതാണ് മാതൃഭൂമി? മാതൃഭൂമി പത്രത്തിൽ എന്തൊക്കെയാ പറയണേന്ന് ചോദിച്ചാൽ 1923 കോഴിക്കോട് നിന്ന് ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി പത്രം. 1923 കോഴിക്കോട് എംപ്രസ് വിക്ടോറിയ പ്രസിൽ നിന്ന് ആരംഭിച്ചു. എവിടെ നിന്നാണ്? എംപ്രസ് വിക്ടോറിയ പ്രസ്. ക്ലിയർ ആയോ? എംപ്രസ് വിക്ടോറിയ പ്രസ് കോഴിക്കോട് 1923. ആദ്യത്തെ പത്രാധിപരാരായിരുന്നു മാതൃഭൂമിയുടെ? KP കേശവമേനോനായിരുന്നു. KP കേശവമേനോനാണ് ആദ്യത്തെ പത്രാധിപർ. കേരളത്തിൽ സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിനെയാണ്. സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം. ക്ലിയർ ആയോ? അങ്ങനെ വിളിക്കുന്നത് മാതൃഭൂമിയാണ്. കേരളത്തില് കോൺഗ്രസിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആരംഭിച്ച പത്രം. ക്ലിയർ ആയില്ല? ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ കേരളത്തിൽ 1923 കോഴിക്കോട് ജില്ലയിലെ എംപ്രസ് വിക്ടോറിയ പ്രസിൽ നിന്ന് ആരംഭിച്ചു. ആദ്യം പത്രാധിപർ KP കേശവമേനോൻ. സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം. കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ ആരംഭിച്ച പത്രം. അടുത്ത പത്രത്തിന്റെ പേരാണ് ദേശാഭിമാനി. ഏതാ പത്രം? ദേശാഭിമാനി പത്രത്തിന്റെ പ്രത്യേകത പറഞ്ഞേ. 1942 കോഴിക്കോട് നിന്ന് ഒരു വീക്കിലി ആയി ഇത് ആരംഭിച്ചു. അതിന്റെ സ്ഥാപക എഡിറ്റർ MS ദേവദാസ് ആയിരുന്നു. 1946 ആയപ്പോൾ ഇത് ദിനപത്രമായി മാറി. 1948 പത്രം നിരോധിച്ചു. 1948 പത്രം നിരോധിച്ചു. 1951 പത്രം വീണ്ടും പ്രസിദ്ധീകരണം ആരംഭിച്ചു.
വീണ്ടും പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഇത്രയും കാര്യം ക്ലിയർ ആയോ? 1942 വീക്ക്ലി ആയി ആരംഭിച്ച പത്രമാണ് ദേശാഭിമാനി. MS ദേവദാസ് ആണ് അതിന്റെ സ്ഥാപക എഡിറ്റർ ആയിരുന്നത്. 46 അത് ദിനപത്രമായി, 48 അത് നിരോധിച്ചു, 51 വീണ്ടും പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ദേശാഭിമാനിയെ കുറിച്ച്? ഇനി നമുക്ക് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. ചില പത്രങ്ങള്, ആ പത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രത്തിന്റെ പേര് പ്രഭാതം എന്നാണ്. ആരംഭിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം ഏതാണ്? പ്രഭാതം. ആരംഭിച്ചു EMS. കേരളത്തിൽ ആദ്യമായിട്ട് നിരോധിച്ച പത്രം ഏതാണ്? കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സന്ദിഷ്ടവാദിയാണ്. സന്ദിഷ്ടവാദി പത്രം. ഇനി ഇതിന്റെ സ്ഥാപകൻ ആരാണ്? WH മൂർ ആണ്. കേരളത്തിൽ ആദ്യത്തെ നിരോധിച്ച പത്രം ഏതാണ്? സന്ദിഷ്ടവാദിയാണ്. ഇനി അടുത്തത് സഹോദരൻ അയ്യപ്പൻ, നമുക്ക് അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം, അല്ലെ? സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം ആരംഭിച്ച കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള പത്രം ഏതാണ്? വേലക്കാരൻ എന്ന് പറയുന്ന പത്രമാണ്. വേലക്കാരൻ. ഇനി അടുത്തത് അൽ അമീൻ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അൽ അമീൻ. അൽ അമീൻ പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് ആരംഭിച്ചതാണ് ഏത് പത്രം? അൽ അമീൻ എന്ന് പറയുന്ന പത്രം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് കേരള കൗമുദി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? കേരള കൗമുദി. കേരള കൗമുദി എന്ന് പറയുന്ന പത്രം ആരംഭിച്ച വ്യക്തി, കേരള കൗമുദിയുടെ സ്ഥാപകൻ CV കുഞ്ഞിരാമനാണ്. CV കുഞ്ഞിരാമൻ. കേരള കൗമുദി CV കുഞ്ഞിരാമൻ. ഇനി അടുത്തത് നമ്മുടെ കുമാരനാശാന്റെ വീണപ്പൂവ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. കുമാരനാശാന്റെ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? മിതവാദി. ഏതാണ്? മിതവാദി. ഇനി കേരളത്തിലെ എന്താ പറയുന്നത്, തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം, തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? മിതവാദി തന്നെയാണ് കേട്ടോ. തീയരുടെ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ പറയാ? നമ്മള് മിതവാദി പറയും. ഇനി ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് റഷ്യൻ വിപ്ലവത്തെ പിന്തുണച്ച പത്രം. റഷ്യൻ വിപ്ലവത്തെ പിന്തുണച്ച പത്രം ട്ടോ. ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രത്തിന്റെ പേര് വെസ്റ്റേൺ സ്റ്റാർ എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം വെസ്റ്റേൺ സ്റ്റാർ ആണ്. ഇനി അടുത്തത് കേസരി ട്ടോ. കേസരി പത്രമാണ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള പത്രമാണ് കേസരി, അല്ലെ? ഈ കേസരി എന്ന് പറയുന്ന പത്രത്തിന് ഒരു വിശേഷണം ഉണ്ട്. എന്താ അറിയോ നിങ്ങൾക്ക്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രമാണ് കേസരി. കേസരി എന്ന തൂലികാനാമുള്ള വ്യക്തിയാണ് ആര്? A. ബാലകൃഷ്ണപിള്ള. A. ബാലകൃഷ്ണപിള്ള. A. ബാലകൃഷ്ണപിള്ള ട്ടോ. എന്നാൽ വടക്കൻ കേസരി എന്നറിയപ്പെടുന്നത്, വടക്കൻ കേസരി, വടക്കൻ കേസരി ഇങ്ങനെയും ചോദിക്കാം, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. കുഞ്ഞിരാമൻ നായർ. ഇത്രയും കാര്യം ക്ലിയർ ആയോ?
അപ്പൊ ഇത്രയേ ഉള്ളൂ മലയാളത്തിലെ പത്രങ്ങളെ കുറിച്ച് പഠിക്കാൻ. ഈ പറഞ്ഞൊന്നും കൂടെ പറഞ്ഞാലോ നമുക്ക്? സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന പത്രത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രമാണ് ഏതെന്ന് പറയുന്നത് പ്രഭാതം. അതിന്റെ സ്ഥാപകൻ ആരാണ്? നമ്മുടെ EMS ആണ്. മലയാളത്തിലെ ആദ്യത്തെ നിരോധിച്ച പത്രം സന്ദിഷ്ടവാദി, സ്ഥാപകൻ WH മൂർ ആണ്. സഹോദരൻ അയ്യപ്പന്റെ സ്ഥാപിച്ച പത്രമാണ് വേലക്കാരൻ. ഇനി അൽ അമീൻ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ്. കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ CV കുഞ്ഞിരാമനാണ്. കുമാരനാശാന്റെ വീണപൂ പ്രസിദ്ധീകരിച്ചത് മിതവാദി പത്രത്തിലാണ്. തീയരുടെ ബൈബിൾ, എന്താ പറയുന്ന അധിസ്ഥിതരുടെ ബൈബിൾ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. ഏത്? മിതവാദി. റഷ്യ വിപ്ലവത്തിന് പിന്തുണ നൽകിയതും മിതവാദിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ. കേസരി എന്ന് പറയുന്ന പത്രത്തിന്റെ പ്രത്യേകത നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നു. കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു A ബാലകൃഷ്ണപിള്ള. വടക്കൻ കേസരി എന്നറിയപ്പെടുന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ഭാഗത്തെ കുറിച്ച് പലപ്പോഴും പരീക്ഷയ്ക്ക് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് ചൂട് പിടിച്ച് തന്നെ പഠിക്കണം. കാരണം നമുക്കറിയാം എന്താണ് നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് വരാൻ പോവാണ്. ഇതിൽ വിട്ട് ഇനി നമുക്ക് ഇതിന് എന്താ പറയാ മക്കളെ, ഒരു നല്ലൊരു ചാൻസ് ഇനി വരണമെങ്കിൽ 3-4 കൊല്ലമൊക്കെ വേണ്ടി വരും. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.